ഇന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ള അടുപ്പിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുപ്പ്, ഒറ്റടുപ്പാണ് കേട്ടോ. അപ്പോൾ ഒരേ സമയം ഒരു റെസിപ്പി മാത്രമേ നമുക്കിതിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഒറ്റൊന്നായതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെയാണ് കേട്ടോ ഇത് മെയിൻറ്റെയിൻ ചെയ്യാറ്. നമ്മൾ കരി ഉണ്ടല്ലോ, അടുപ്പ് കത്തിച്ചിട്ട് വരുന്ന വിറകിൻ്റെ കരി നമ്മൾ എടുത്തു വെക്കും. കനൽ നമ്മൾ വെള്ളമൊഴിച്ച് കെടുത്തിയിട്ട് അത് കരിയാക്കിയിട്ട് മാറ്റിയിട്ട് എന്താ പറയുക, ചൂടാറിയതിന് ശേഷം നന്നായിട്ട് അമ്മിക്കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കും കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അത് കുറച്ച് വെള്ളത്തിൽ കലക്കും. ഒരു കുറുക്കിയൊരു വെള്ളത്തിലെ മാവ് രൂപത്തിൽ കലക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെ നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉണങ്ങണം. ഉണങ്ങി കഴിഞ്ഞാൽ നല്ല കറുപ്പ് കളറ് നമ്മുടെ അടുപ്പ് ആയി വരും കേട്ടോ. ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് പൊട്ടി വന്നിട്ടുണ്ട്. നന്നായിട്ട് മണ്ണ് കുഴച്ച് ഈ പൊട്ടിയ ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എന്നിട്ടൊരു കല്ല് വെച്ചിട്ട് നന്നായിട്ട് ഉരതി കൊടുക്കണം. എന്നാലേ അവിടെ അത് എന്താ പറയുക ഫിറ്റായി നിൽക്കുള്ളൂ കേട്ടോ. അതായത് നമ്മൾ സാധാ രീതിയിൽ തേമ്പിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് അടർന്നു പോരും. ഇത് നമ്മൾ ഇവിടെയൊക്കെ ചോർന്നിട്ട് അവിടെ ഇങ്ങനെ ഓട്ടോട്ടയായി പോയതാണ് കേട്ടോ. പൊട്ടിപ്പോകുന്നതാണ് ആ ഒരു സൈഡ് നമ്മൾ പ്ലാസ്റ്റിക് എത്തിക്കുന്നു കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചോറാണ് കേട്ടോ വെക്കാറ്. പിന്നെ കുളിക്കാനൊക്കെ നമുക്ക് വെള്ളം വെക്കും. പിന്നെ മീനോ ഉപ്പേരി അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ആണ് കേട്ടോ വെക്കാറ്. അപ്പോൾ ഇതാ കുടിക്കാൻ നമ്മൾ ചോറിന് വെച്ച വെള്ളത്തിൽ കുറച്ചധികം വെള്ളം വെക്കും കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് നല്ല തിളച്ച വെള്ളം നമ്മൾ ഫ്ലാസ്കിലും അതേപോലെ ജഗ്ഗിൽ വയ്ക്കാനൊക്കെ ആയിട്ട് എടുത്തു വെക്കും കേട്ടോ. എന്നിട്ട് അധികം തിളപ്പിച്ചാറിയ വെള്ളം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ജലദോഷവും കാര്യങ്ങളൊക്കെയാണല്ലേ മക്കൾക്കൊക്കെ. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ആദ്യം തിളച്ച വെള്ളം തന്നെയാണ് കേട്ടോ. വെയിലാണെങ്കിലും തണുപ്പാണെങ്കിലും ഒക്കെ നമ്മൾ തിളച്ച ആറിയ വെള്ളം തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കാറ്. നമ്മളും അത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതാ നമ്മൾ വെള്ളമൊക്കെ നല്ല വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലാസ്കിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് വെള്ളം. പിന്നെ ഇത് നമ്മൾ ചൂടാറിയതിന് ശേഷം ജഗ്ഗിലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു കുടുക്കയൊക്കെ മാറ്റുക. പിന്നെ ബാക്കിയുള്ള വെള്ളത്തിലേക്ക് നമ്മൾ അരി കഴുകി കൊടുക്കും കേട്ടോ. അപ്പോൾ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കുളിക്കാനോ അല്ലെങ്കിൽ ഉപ്പേരി എന്തെങ്കിലും വെക്കാനോ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കണലേക്ക് നല്ല ചൂടുണ്ട്. അടുപ്പ് നല്ല ഉഷാറാണ് കേട്ടോ, നന്നായിട്ട് കത്തുന്നുണ്ട്. നമ്മൾ മറ്റേ ടാറിൻ്റെ വീപ്പുണ്ടല്ലോ, റോഡ് പണിയൊക്കെ എടുക്കുമ്പോൾ ഉണ്ടാക്കുന്ന ടാറിൻ്റെ വീപ്പ മുറിച്ചിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ടാണ് നമ്മൾ അടുപ്പുണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നല്ല ഉറപ്പാണ് കേട്ടോ. ആ സൈഡ് പൊട്ടിപ്പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ വെള്ളം ചാടി അതിൻ്റെ സ്പീഡിൽ ചാടുമല്ലോ, അങ്ങനെ പൊട്ടിപ്പോയതാണ് കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് നല്ല ഷാറിൽ കത്തി പിടിക്കുന്നുണ്ട്.